മനസ്സുവെച്ചാൽ നമ്മുടെ തീരദേശത്തും നല്ല തേനുണ്ടാക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മികച്ച തേനീച്ച കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട തൃത്തല്ലൂർ പണിക്കശ്ശേരി രാജീവ്. ഭൂമിയിലെ ഏറ്റവും പോഷകമൂല്യമുള്ള ഭക്ഷണമായ തേനിനെക്കുറിച്ചും തേനീച്ച പരിപാലനത്തെക്കുറിച്ചും ആർജിച്ചെടുത്ത അറിവുകൾ പകർന്നുകൊടുക്കാനും ഈ കർഷകൻ സദാ സന്നദ്ധനാണ്. ദീർഘനാളത്തെ പ്രവാസ ജീവിതത്തിന് ശേഷമാണ് ഇദ്ദേഹം തനിക്ക് ഏറെ ഇഷ്ടമുള്ള കൃഷിയിലേക്ക് തിരിയുന്നത്. 2017 വാടാനപ്പള്ളി കൃഷിഭവന്റെ പ്രോത്സാഹനത്തോടെ പച്ചക്കറി കൃഷിയാണ് ആദ്യം ആരംഭിച്ചത്. കൃഷിക്ക് ഏറ്റവും അനുകൂല ഘടകമായിട്ടുള്ള തേനീച്ച വളർത്തലിൽ തുടർന്നാണ് ആകൃഷ്ടനായത്. നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് മുരിങ്ങ, മാവ് ഇവർ പൂക്കുന്ന സമയത്തുള്ള തേൻ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതിന്. അപ്പോൾ ആ ലിമിറ്റേഷൻ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ കൂടുകളെ കൊണ്ട് നമ്മൾ നൈറ്റിലാണ് ഈ തേനീച്ചനെ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും വലിയ അതിൻ്റെ ഒരു നമുക്ക് നേരിടുന്ന ബുദ്ധിമുട്ട്. രാത്രി കാലങ്ങളിൽ ഒരു 7 മണിക്ക് ശേഷം, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം, ഇരുട്ടായതിന് ശേഷം ഇവർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. വലിയ വലിയ ഫോറസ്റ്റുകളിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ അവിടെ അത് കൊണ്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നീട് എല്ലാ ആഴ്ചകളിലും നമ്മൾ ഹണി കൾട്ടിവേഷൻ ചെയ്യാൻ നമ്മൾ പോകണം. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓൾ ഇയറിലേക്കുള്ള നമുക്ക് തേൻ ലഭിക്കുന്നത്. അവിടെ നിന്നാണ് നമുക്കപ്പോൾ ശരിക്കും വരുന്നത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ചിലപ്പോൾ അത് കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഈ 4 മാസം കൊണ്ടായിരിക്കും ഈ എല്ലാ കേരളത്തിലുള്ള എല്ലാ കർഷകരുടെയും ശരിക്കും പറഞ്ഞാൽ ഹണി സീസൺ കഴിഞ്ഞാൽ മഴക്കാലമായില്ലേ. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഈ തേനീച്ചകൾക്ക് നമ്മൾ സേഫ് ഏരിയയിൽ മഴ കൊള്ളാതെ കൊണ്ടുവന്ന് വെച്ച് അവരെ സംരക്ഷിക്കണം. വളരെയധികം കുട്ടികളെ സംരക്ഷിക്കണേക്കാളേറെ സംരക്ഷിക്കണം. എത്ര സംരക്ഷിച്ചു കഴിഞ്ഞാലും അവർക്ക് പറ്റാത്ത സീസൺ വന്നു കഴിഞ്ഞാൽ അവരപ്പോൾ ആ കൂട് വെക്കേറ്റ് ചെയ്ത് പോകും. ഒരു കൂട് വെക്കേറ്റ് ചെയ്ത് പോകാൻ പറഞ്ഞാൽ നമുക്കിത് മാർക്കറ്റിൽ പോയിട്ട് മേടിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമല്ല. അവരെ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കണം. അതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ടത്. അതാണ് ഒരു തേനീച്ച കർഷകൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക വെല്ലുവിളി എന്ന് പറഞ്ഞത്, ഈച്ച നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. ചെറുപ്പത്തിലെ തേനീച്ച കൃഷിയിൽ താല്പര്യമുണ്ടായിരുന്നു. 5 കൂടുകളുമായാണ് ആദ്യം തേനീച്ച കൃഷി ആരംഭിച്ചത്. പിന്നീട് ഇത് പടിപടിയായി വർദ്ധിപ്പിച്ചു. ഇപ്പോൾ നാട്ടിലെ സീസൺ കഴിഞ്ഞാൽ കൂടുതൽ തേൻ ലഭ്യതയുള്ള കാടുകളോട് ചേർന്ന പ്രദേശത്തേക്കും കൃഷി വ്യാപിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ തേനീച്ച കൂടുകളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ ബി വാക്സ് തുടങ്ങിയ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളും ഇദ്ദേഹം തയ്യാറാക്കുന്നുണ്ട്. കൂടുകളിൽ നിന്ന് നമുക്ക് അത് ഉരുക്കി നമ്മൾ ഒത്തിരി പ്രോസസ്സിങ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ. ഇതുപോലെ വാക്സ് ആക്കിയിട്ട് ഈ വാക്സിനെ നമ്മൾ സമം 50 ഗ്രാം വാക്സ് 200 ഗ്രാം വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ബി വാക്സ് ഉണ്ടാക്കുന്നത്. അത് ഫേഷ്യൽ ക്രീം, കറുത്തപ്പാട്, ചുണ്ട് പൊട്ടൽ, വിണ്ട് പൊട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡ്രൈ സ്കിൻ, ഇതിനൊക്കെ ഉപയോഗിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ വാസലിൻ എന്നൊക്കെ പറയുന്നത് അത് പെട്രോളിയം ജെല്ലിയാണ്. ഇത് നിറഞ്ഞ് നാച്ചുറലാണിത്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി. അതുപോലെ തന്നെ തേൻ എൻ്റെ എല്ലാ ഇതിലും ഒത്തിരി ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലുള്ള നമ്മളെ തേൻ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്ന ആൾക്കാർ അങ്ങനെ തേൻ മേടിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മേടിക്കുന്നു. ആധുനിക കൃഷിരീതികളും ഇദ്ദേഹം തേനീച്ച പരിപാലനത്തിൽ പ്രയോഗിച്ചു വരുന്നു. ഏറെ ഔഷധ ഗുണമുള്ള ചെറുതേൻ ഉൽപ്പാദിപ്പിക്കാനായി ചെറു തേനീച്ചകളെയും ഇദ്ദേഹം വളർത്തുന്നുണ്ട്. രാജീവ് ഉൽപ്പാദിപ്പിക്കുന്ന ശുദ്ധമായ തേൻ വാങ്ങാൻ പതിവായി ആളുകൾ എത്താറുണ്ട്. പച്ചക്കറിക്ക് പുറമെ ഡ്രാഗൺ ഫ്രൂട്ട്, അലങ്കാര പുഷ്പങ്ങൾ എന്നിവയുടെ കൃഷിയും ഇദ്ദേഹം വീട്ടിൽ ചെയ്തു വരുന്നുണ്ട്.